ദാമോദരൻ മാമൻ ഉണ്ടോ? Who? ദാമോദരൻ മാമൻ, ദാമോദരൻ അങ്കിൾ. Uncle? You mean Daman? Yes, he's our uncle. Oh, he looks so cute. ഏ കൃഷി Okay, come in. ഹലോ. അല്ല, ഈ പാവത്തിന്റെ കുടിലിലേക്ക് വരാനുള്ള വഴിയൊക്കെ അറിയാമോ മരുമോനെ? അല്ല, ഇപ്പൊ ഇങ്ങോട്ട് വന്നതിന്റെ ഉദ്ദേശം? അല്ല, ഞങ്ങളൊരു ചെറിയ പടം ചെയ്യാനുള്ള പ്ലാനിലാണ്. അപ്പോൾ അതിന് പടം എന്ന് പറയുമ്പോ സിനിമയല്ലേ? അതെ. നീയൊക്കെ സിനിമ ചെയ്യാൻ മാത്രം ആയോ? ഓ, മനസ്സിലായി. അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രൊഡ്യൂസറെ വേണം. കറക്റ്റ്, ഞങ്ങൾ മനസ്സിൽ അതേ കാര്യം അല്ലേ? അങ്കിളിനാവുമ്പോ സിനിമയോടൊരു താല്പര്യമൊക്കെ ഉണ്ടല്ലോ. എനിക്ക് സിനിമയോട് ഒരു താല്പര്യമില്ല. ഞാൻ അവസാനമായിട്ട് കണ്ടു എന്ന് പറയുന്ന സിനിമ ബാഹുബലി എന്നോ അങ്ങനെ ഏതാണ്ടൊന്നോ. അങ്കിളെ ഇത് ബാഹുബലിനെക്കാളും പൊളിക്കും. എന്താ എന്നെ ഇവനല്ലേ ഡയറക്റ്റ് ചെയ്യണേ? പഴയ ആൽബം കേസ്. എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല. ഏതായാലും നിങ്ങൾ ഇവിടം വരെ വന്നതല്ലേ, ഒരു കാര്യം ചെയ്യ്. ആ രശ്മിക മന്ദാനെ ഹീറോയിനായിട്ട് ബുക്ക് ചെയ്ത് അതിന് 10 ലക്ഷമോ 10 കോടിയോ എത്ര വേണേലും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യും. അതെന്തായാലും ഫിക്സ് ചെയ്യാം. ഇതൊരു ചെറിയ പടമാണ്, കുട്ടികൾ മാത്രമേ ഉള്ളൂ. എന്നാ ഒരു കാര്യം ചെയ്യ്, ജാൻവി കപൂറിന്റെ ബുക്ക് ചെയ്യ്. നല്ല പളങ്ക് പോലെയുള്ള കുട്ടിയല്ലേ? എന്നാ കുട്ടീനെ ഫിക്സ് ചെയ്യാം. ഓ, പറഞ്ഞത് ഫീൽ ചെയ്തോ? എന്നാ മരുമകനൊരു കാര്യം ചെയ്യ്, സ്വന്തമായിട്ടൊരു പടം പിടിച്ച് അച്ഛൻ ഉണ്ടാക്കി വെച്ച സ്വത്തിന്റെ ബാക്കിയോടെ നശിപ്പിക്കേ. സിനിമ പിടിക്കാൻ മാമാ, നിനക്കിപ്പോ സന്തോഷമായോ? എടാ, അങ്കിൾ അപ്പുറത്ത് ദേഷ്യത്തിൽ പറഞ്ഞായിരിക്കും. നീ മിണ്ടരുത്, നീയും കൂടി ചേർന്നിട്ടാ. ഇയാൻ, നിന്റെ അച്ഛൻ മരിച്ചാൽ എനിക്കും വിഷമമുണ്ട്. എന്നിട്ട് ഇത് ചത്തവരെ തിരിച്ചുകൊണ്ടുള്ള മാജിക് ഒന്നും എനിക്കറിയില്ല. അയാൾ മരിച്ചു എന്ന് മനസ്സിലാക്കി ജീവിക്കാൻ നോക്ക്. പിന്നെ ഏത് നേരം ആ സിനിമ കാണുന്നൊന്ന് നിർത്ത്. നിക്കടാ അവിടെ. നീ എന്നാ അവനെയും കൂട്ടിട്ടല്ലേ പോയത്? അപ്പൊ കൂടെ കൂട്ടി വരേണ്ട ഉത്തരവാദിത്വം നീ കാണിക്കണ്ടേ? വഴിയിലിറക്കി വിട്ടിരിക്കുക. അവന്റെ കൂടെ വേറെ ആൾക്കാരുണ്ടായല്ലോ. പിന്നെ പാവം പയ്യൻ, അറിയാത്ത സ്ഥലം ഓട്ടോ പിടിച്ച് അവനെ ഇങ്ങോട്ട് വന്നത്. ആണെങ്കിൽ നന്നായി പോയി. കിള്ളക്കുട്ടിയൊന്നുമല്ലോ. ഇതൊന്ന് നിർത്തിക്കൂടെ? ഏത് നേരം ഒരു ജയഭാരതി നസീർ. അതിന് ഞാൻ എന്റെ ഫോണിലല്ലേ കാണണേ, നിന്റെ ഫോണിലല്ലല്ലോ. പിന്നെ നിനക്ക് എന്താ അത്ര നഷ്ടം? ഞാനേ വേണമെങ്കിൽ നസീറിന്റെ മാത്രമല്ല സത്യമാഷ്ടം കാണും. നീ പോയതിന്റെ പണി നോക്കടാ. ഇതിലുണ്ടായിരുന്നു 200 രൂപ അവിടെ. അതാ ഓട്ടോക്കാരന് കൊടുത്തു. എടാ, നിന്നോടല്ലേ ഞാൻ പിന്നാലെ വരരുതെന്ന് പറഞ്ഞത്? എടാ, നിന്റെ സ്റ്റെല്ല ചേച്ചി കാണണോന്ന് പറഞ്ഞിട്ടുണ്ട്. എടാ, ഇയാന്റെ അമ്മ, നീ എന്നാലും അവനോട് അങ്ങനെ പറഞ്ഞത് കുറച്ച് മോശമായി പോയിട്ടാ. ഞാൻ അതിനൊന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞു അവന്റെ ചത്തുപോയ അച്ഛനെ തിരിച്ചു കൊണ്ടുവരാൻ മാജിക് ഒന്നുമില്ല. പിന്നെ അയാളെ മരിച്ചുപോയി, നീ ജീവിക്കാൻ നോക്കുന്നു മാമൻ പറഞ്ഞു. എടാ മഹാഭാവി, ഇങ്ങനെയാണോടാ കുട്ടികളോട് സംസാരിക്കുന്നത്? ഇതിന്റെയൊക്കെ ശാപം കൊണ്ടാടാ നിനക്ക് പെണ്ണ് പോലും കിട്ടാത്തത്. അമ്മ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. നീ ഒന്ന് വേഗം വരാൻ നോക്ക്. ഇന്ന് വേണ്ട, ചൊവ്വാഴ്ച അല്ല, നാളെ ബുധനാഴ്ച അല്ലേ? ബുധനാഴ്ച പോവാം നമുക്ക്. ഡാടാ, നാളും തീയതിയൊക്കെ നോക്കി ചെയ്യാനേ ഇത് നിന്റെ നൂലുകെട്ടൊന്നുമല്ല. നീ ഇന്ന് ഇപ്പോ അവിടെ ചെന്നിട്ട് ആ കുട്ടിയുടെ അമ്മയുടെ മാപ്പ് പറയണം. അത് തന്നെ. പ്രിയേഷ് ചെയ്തോട്ടും ശരിയായില്ല. ഞാൻ അപ്പോഴത്തൊരു കുട്ടികൾക്ക് ഇങ്ങനെ ആശ കൊടുക്കരുത്. അലക്സ് പോയതിനു ശേഷം ഇയാൻ ഒരിക്കലും നോർമലായിട്ടില്ല. പഴയ കളിയും സന്തോഷവും ഒന്നുമില്ല. ആ സിനിമ കാണുമ്പോൾ മാത്രമാണ് അവൻ വല്ലപ്പോഴും ചിരിച്ചു കാണുന്നത്. ഭയങ്കര കണക്റ്റഡ് ആയിരുന്നു അവൻ ആ സിനിമയായിട്ട്. നിങ്ങളിങ്ങനെ സിനിമ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അവനാകെ മാറിയത്. ഇതുകൊണ്ടാവൂന്നറിയില്ല. നിങ്ങൾ എങ്ങനെയെങ്കിലും ആ സിനിമ ചെയ്യണം പ്രിയേഷ്. എനിക്ക് എൻ്റെ മകനെ പഴയ പോലെ തിരിച്ചു വേണം. ഇത് ഞാൻ പൂർണ്ണ മനസ്സോടെ തരുന്നതാണ്. വാങ്ങിച്ചോളൂ. അല്ല, ശരിയാവില്ല പ്രിയേഷ്. ഈ ഉള്ള പാതി ജീവനും കൂടെ കളയാതെ ഞാൻ ഈ കിടക്കുന്നത് അവന് വേണ്ടിയിട്ടാണ്.
നിങ്ങളുടെ എല്ലാ ഇടയിലാകുമ്പോൾ അവൻ തിരിച്ചു വരുന്നതിന്റെ മനസ്സ് പറയുന്നുണ്ട്. നിങ്ങൾ എനിക്കും കൂടെ വേണ്ടിയിട്ട് ആ സിനിമ ചെയ്യണം. ഇനി പെട്ടെന്ന് ഷൂട്ട് തുടങ്ങാല. സോറി. മരിച്ചവരൊന്നും തിരിച്ചു വരില്ലാന്ന് അങ്കിളിന് അറിയുന്ന പോലെ എനിക്കും അറിയാം. എന്നാലും പപ്പ എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. He was my best friend. സിനിമ ഒരു മാജിക്കാണ്. നമ്മളെ കൊണ്ട് പറ്റാത്തതെല്ലാം സിനിമയിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം ഈ മാജിക് അങ്ങനെ വരുമെന്ന്.